Hi everyone, it's me Rahul. Welcome to my Internet FX YouTube channel. So today in the Sunday ആണ് നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോവാം. ആൻഡ് സാറ്റർഡേ ആൻഡ് ലാസ്റ്റ് വീക്ക് വാസ് എ ഹ്യൂജ് വീക്കായിരുന്നു. കാരണം എനിക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ വീക്കെൻഡ് ആയിരുന്നു. സോ ഗുഡ് പ്രോഫിറ്റ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാസം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് മന്ത് എൻ്റെ ROE ഓൾറെഡി മീറ്റ് ചെയ്തു. കാരണം എനിക്കിന്ന് ട്രേഡ് ചെയ്യേണ്ട മേ ബി ആ ഒരു കാരണം എൻ്റെ ലിമിറ്റ് ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ചെയ്യും, നല്ല ട്രേഡ്സ് ഉണ്ടെങ്കിൽ മാത്രം. അതിൽ ഓൾറെഡി എൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്തായാലും മാർക്കറ്റിനെ ഒന്ന് നോക്കാം. എന്താണ് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് വീക്കിലെ എന്തൊക്കെ നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് നമുക്ക് ജസ്റ്റ് വീക്കിലിയിൽ നോക്കാം. വീക്കിലിൽ എന്താ നടന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ക്യാൻഡിൽ, ദിസ് ക്യാൻഡിൽ ഈസ് എ ബുള്ളിഷ് പിയേഴ്സിങ് അല്ലേ. സ്റ്റുഡൻറ്റ് ഇത് കാണുന്ന നമ്മുടെ FXൻ്റെ സ്റ്റുഡൻറ്റ്സൊക്കെ മനസ്സിലാവും. ഇത് ബുള്ളിഷ് പിയേഴ്സിങ് ക്യാൻഡിൽ, അതായത് റെഡ് ക്യാൻഡിലെ താഴെ നിന്ന് തുളച്ച് കയറിയിരിക്കുന്നു ഒരു ഗ്രീൻ ക്യാൻഡിൽ. സോ ബുള്ളിഷ് പിയേഴ്സിങ് ക്യാൻഡിൽ. ആൻഡ് ഇതെന്താണ് അതിൻ്റെ ഒരു സൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ബുള്ളിഷ് സിനാരിയോ ആണ് ഇവിടെ ഉള്ളത്. അതായത് ബുള്ളിഷ് പിയേഴ്സിങ് മീൻസ് ദ ബുള്ളിഷ് സിനാരിയോ. അതായത് അപ്പോൾ അതിൻ്റെ ബുള്ളിഷ് പിയേഴ്സിങ് വന്നു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണം. അതാണ് ആസ് പെർ പ്രൈസ് ആക്ഷൻ. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നമ്മളെല്ലാം പഠിക്കുന്ന ട്രഡീഷണൽ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുമെന്ന്. സോ ഞാൻ ഓൾറെഡി ഈ വീക്ക് ലോ ആൻഡ് വീക്ക് ഹൈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു മേജറായിട്ടൊരു വീക്കിൻ്റെ സെല്ലിങ് ഏരിയ കാണുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ ഡെയിലോട്ടൊന്ന് പോവുകയാണ്. സോ ഡെയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡെയിൽ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് കാണുന്നുണ്ടോ നോക്കാം. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെയിൽ നമുക്കിവിടെ ഒരു പാറ്റേൺ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണുന്നുണ്ട്. ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്ത് പാറ്റേൺ ആണ്, നമുക്ക് ലൈക്ക് ഒരു ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫാളിംഗ് വെഡ്ജ്, നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇതൊരു ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ്. ഓക്കെ, സോ ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഫോർവേഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആ ഒരു ഫാളിംഗ് വെഡ്ജ് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടോ, ഫാളിംഗ് വെഡ്ജ്. സോ ക്ലിയർ ഫാളിംഗ് വെഡ്ജ്. ഇതൊരു ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് എടുത്താലും മതി. ഇത് ക്ലിയർ ഫാളിംഗ് വെഡ്ജ് ആണ്. ഓക്കെ, ഫാളിംഗ് വെഡ്ജ് നമ്മൾ ഗൂഗിളിൽ അടിച്ച് ജസ്റ്റ് ഫാളിംഗ് വെഡ്ജ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. ഫാളിംഗ് വെഡ്ജ് എങ്ങനെയാണ് ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ. സി ദിസ് ഇസ് എ ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ. കണ്ടോ, ഒരു ഡൗൺ ട്രെൻഡ് എന്നിട്ട് ആ ഒരു ഞാൻ വരച്ച ആ ഒരു റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് താഴോട്ട് വരുന്നു. ലാസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. സോ ഇറ്റ്സ് എ ക്ലിയർ ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ. സോ അത് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടി വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഫാളിംഗ് വെഡ്ജ്. ആൻഡ് നമുക്കപ്പം ഡേ ലോയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മാർക്കറ്റിൻ്റെ ഡേ ലോ, ഡേ ലോ. സോ ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വീക്കിലി ഹൈ ആൻഡ് ഒരു പ്രീവിയസ് സെല്ലിങ് വന്ന വീക്കിൻ്റെ ഹൈയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പോകുന്നത് ഇതിൻ്റെ ഈ തൊട്ട് താഴെയുള്ള ഒരു മേജർ മുന്നേ സെല്ലിങ് വന്നൊരു ഏരിയ, അത് ഇപ്പം ഇനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതായത് ചേഞ്ച് ഇൻ പൊളാരിറ്റി എന്ന് തന്നെ വിളിക്കും. അതായത് മുന്നേ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇനി അത് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതും ജസ്റ്റ് ഒരു സോൺ മൊത്തം എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ടൈം 5 മിനിറ്റ് പോട്ട് നമുക്ക് ശരിയാക്കാം. ജസ്റ്റ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും നമ്മുടെ മേജറായിട്ട് സെല്ലിങ് വന്നൊരു സോണാണ് അല്ലേ. ഇതും ഈ ഒരു സോണും നമുക്ക് മേജറായിട്ട് മാർക്കറ്റിൽ സെല്ലിങ് വന്നൊരു സോണാണ്. കണ്ടോ, ഇവിടുന്ന് മാർക്കറ്റിൽ ഒരുപാട് സെല്ലിങ് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഒബ്വിയസ്ലി ഈ ഒരു ഹൈയിലെത്തുമ്പോൾ വീണ്ടും ആ ഒരു സെല്ലിങ് മാർക്കറ്റിൻ്റെ അവിടെ സെല്ലർ ആക്റ്റീവ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹൈയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നേരെ ഞാൻ 1 അവറിലോട്ട് വന്നു. ഐ ആം ഡൂയിങ് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്. ഓക്കെ, ഐ ആം ഡൂയിങ് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്. ഞാൻ ചെയ്യുന്ന മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ആണ്. സോ ഞാൻ നമ്മൾ നോക്കി അറിയാം. കണ്ടോ, ഇതൊരു മേജർ സെല്ലിങ് സോണാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. സോ അത് അവിടെ ഇരുന്നോട്ടെ. ആൻഡ് ഇത് നമ്മുടെ ഒരു മുന്നേ ഉണ്ടായിരുന്നൊരു മേജർ സെല്ലിംഗ് സോണായിരുന്നു. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു മേജർ സെല്ലിംഗ് സോൺ ഏതാണ്? ഇതായിരുന്നു അല്ലേ. മാർക്കറ്റ് പലവട്ടം ലാസ്റ്റ് വീക്കിലൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്ത ഒരു മേജർ സെല്ലിംഗ് സോൺ ഇതും കൂടി ആയിരുന്നു. സോ അതും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മാർക്കറ്റ് അപ്പം നമുക്ക് നോക്കാം. എവിടെ ഒറ്റ സ്ട്രക്ചറൽ മാർക്കറ്റ് എന്തായാലും ഇവിടെ വരെ ഒന്നും പോകത്തില്ല. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലിങ് വരുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക്
അടുത്ത ടൈം ഫ്രെയിമിലൊക്കെ വരച്ച് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഞാൻ 30 മിനിറ്റും കൂടെ നോക്കുന്നുണ്ട്. 30 മിനിറ്റിലും ക്ലിയർ ആയിട്ട് എനിക്ക് വരയ്ക്കാൻ കഴിയും. സോ 30 മിനിറ്റിലും ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ലാസ്റ്റ് വീക്കിൽ മുതലേ പറയുന്നുണ്ട് ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതായിരുന്നു, ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് താഴോട്ട്. സോ ഇത് ഞാനിവിടെ ജസ്റ്റ് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ, കാരണം ഇവിടുന്നും നല്ല വിക്കുകൾ മാത്രമുള്ളത്. അപ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടെ കയറ്റി ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെ വെക്കുന്നുണ്ട് ഞാൻ ഈ സോണിൽ. ഓക്കെ, സോ കാരണം ഇവിടെ വിക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കണക്റ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് മൊത്തം ഒരു സോണായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളും ഇത് വരച്ച് വെച്ചോണ്ട് ഇത് ഞാനൊരു സോണായിട്ട് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ഐ എം ഡൂയിങ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ കാണാം മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലിക്വിഡിറ്റി സീപ്പിൻ്റെ ട്രേഡിങ്. സോ ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ട്രെൻഡ് ലൈനൊക്കെ നമുക്ക് വരച്ച് വെക്കാം. 15 മിനിറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ലൈനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ആയിരുന്നു. പക്ഷേ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുക ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. സോ അടുത്ത നിങ്ങൾ ചെയ്യുമ്പം ഈ ഗ്യാപ്പൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. കാരണം ഇവിടെ നല്ല വോളിയത്തിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ ഇതൊരു ഹെൽത്തി മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചിലപ്പം ഈ മൂവ്മെൻറ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പം നാളെ നമുക്ക് ഒരു ട്രേഡ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡർ അല്ല, ഞാൻ എപ്പോഴും ഒരു ബൈ ഓൺ ദ ഡിപ്പ് ആണ്. സോ നാളെ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് ട്രേഡ് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഇവിടെയും ചെറിയ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ. ഓക്കെ, സോ ഇതും ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് ഏരിയ ആണ്. ഓക്കെ, ഇതും മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് ഏരിയ ആണ്. സോ ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് അപ്പം ഇവിടുന്ന് നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിന് നേരെ ഇതൊരു നമ്മുടെ ടാർഗറ്റാണ്, അതിൻ്റെ മുകളിൽ ഇതൊരു ടാർഗറ്റാണ്, ഫൈനൽ ടാർഗറ്റ് അതിൻ്റെ മുകളിലുണ്ട്. സോ ഞാൻ ഈ രണ്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ബൈ ഓൺ ദ ഡിപ്പ് ട്രേഡിന് ഒരു ട്രേഡിൽ പോകും. ഓക്കെ, അതാണ് എൻ്റെ നെക്സ്റ്റ് വീക്കിലെ പ്ലാൻ. സോ നമുക്ക് മൺഡേയിലെ OI ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ പെട്ടെന്ന്. മൺഡേയിൽ എവിടെയാണ് മേജർ റെസിസ്റ്റൻസ്, നമ്മൾ OI നോക്കിക്കഴിഞ്ഞാൽ OIയിൽ നമുക്ക് മേജർ റെസിസ്റ്റൻസ് വരുന്നത് ഇനി 24,000 അവിടെയുള്ളൂ. പിന്നെ മൈനറായിട്ട് വരുന്നത് 23,800. സോ 23,800 നമ്മൾ വരച്ചിട്ടുണ്ട് ദിസ് വൺ. ഓക്കെ, 23,800 നമുക്കിതൊരു സെല്ലിംഗ് സോൺ കൂടെയാണ്. സോ 23,800 നമുക്ക് ഒരു എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സപ്ലൈ സോണായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ വലിയ റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല, ഇതൊന്നും മാർക്കറ്റിന് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. സോ ഇവിടെ ആയിരിക്കും മാർക്കറ്റിന് നിൽക്കാൻ ചാൻസ്. അത് കഴിഞ്ഞാൽ 24,000. സോ അത് രണ്ടും നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, 24,000 മുകളിലാണ് 52 വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ 800 ഈ 760 ഞാൻ വരച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് സോണിലോട്ട് മാർക്കറ്റ് ഒരു ഡിപ്പ് നമുക്ക് ബൈ ചെയ്യാം. സോ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബുള്ളിഷ് മൊമെൻറ്റിലോട്ട് മാറിയിട്ടുണ്ട്. സോ അനുസരിച്ചപ്പം ബൈ ഓൺ ദ ഡിപ്പ് നോക്കുക. ട്രേഡിങ് ഗ്യാപ്പ് ആണെങ്കിലും ഈ ഒരു സിനാരിയോ മാർക്കറ്റ് മുകളിലോട്ട് വിട്ട് താഴോട്ട് വന്നിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് പോകുന്ന പോലെ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ബുള്ളിഷ് ആണ് മാർക്കറ്റ്. മൺഡേ ഞാൻ ബൈ ഓൺ ദ ഡിപ്പ് ആയിരിക്കും എൻ്റെ സ്ട്രാറ്റജി. സോ ഈ വീഡിയോ എന്നും കാണുന്ന ഒരു 100 ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് 100 പേരാണ് എപ്പോഴും കാണാറ്. താങ്ക് യു ഫോർ ഓൾ. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മൈ ചാനൽ. സോ ബൈ, ഗുഡ് നൈറ്റ്.